ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കൊച്ചുമോൻ എന്ന് പറഞ്ഞൊരു സാറാണ്. നിരണത്തുനിന്ന് വന്നതാണ്. നിരണത്തുനിന്ന് അദ്ദേഹം ഭയങ്കര ഒരു റിസ്ക് പരിപാടിയാണ് ചെയ്തത്. ബോസ് എന്ന കമ്പനിയുടെ 5 സ്പീക്കറും ഒരു ഡെഡായ ഒരു സബ്വൂഫറും കൂടെ 23,000 രൂപ കൊടുത്ത് മേടിച്ചു. സ്പീക്കർ നല്ലതാണോ എന്നറിയത്തില്ല, അതിൻ്റെ ഒരു വയറില്ല, ഒരു കണക്ഷൻ കൊടുക്കുന്ന ഒരു വയറില്ല, ഒരു സാധനവുമില്ല, യാതൊരു സാധനവും ഇല്ലാതെ, അതിൻ്റെ കൺട്രോൾ യൂണിറ്റും ഒന്നുമില്ലാതെ ഓണാവുമെന്ന് പോലും അറിയത്തില്ല. അത് 23,000 രൂപ കൊടുത്ത ആ ചങ്കൂറ്റം അടിപൊളി. ആ പ്രോഡക്റ്റിനോടുള്ള സ്നേഹം ആഗ്രഹം. കാരണം ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു ബോസ് മേടിക്കണമെന്ന്. നല്ലൊരു ബോസിൻ്റെ ഒരു സ്പീക്കർ ഇപ്പോൾ മേടിക്കണമെങ്കിൽ ഒരു 2 ലക്ഷം രൂപ ആവും. പറഞ്ഞത് 2 ലക്ഷം രൂപ ഇല്ലാതെ കിട്ടത്തില്ല. ഞാൻ ലുലുവിൽ ചെന്നപ്പം ഞാൻ നോക്കിയായിരുന്നു വില. 2 ലക്ഷം രൂപ എന്ന് കണ്ടിട്ട് നമ്മൾ ഉള്ളത് മതി എന്ന് ചിന്തിച്ച് ഇറങ്ങിപ്പോകുന്ന ആളാണ്. പറഞ്ഞ മനസ്സിലായി. സോണിയെ കേട്ടാൽ മതി, ബോസ് വേണ്ടാന്ന് ഞാൻ വിചാരിച്ചു. കൊച്ചവൻ സാറ് നിരണത്താ വീടല്ലേ? പണ്ട് തൊട്ട് അവിടെ ജനിച്ചു വളർന്ന ആളാണോ? ജനിച്ചു വളർന്ന നിരണത്ത് തന്നെ. നിരണത്ത് വലിയ പള്ളിയുടെ അടുത്ത് തന്നെ. ഓക്കെ. ആ പള്ളിയാണ് 7 പള്ളികളിൽ ഒരു പള്ളി അല്ലേ? തോമാസ്ലിയ സ്ഥാപിച്ച പള്ളികളിൽ ഒരു പ്രധാനപ്പെട്ട പള്ളിയാണ്. ഈ തോമാസ്ലിയ സ്ഥാപിച്ച പള്ളികൾ പറയുമ്പോൾ പണ്ട് വേദപാഠത്തിന് കുത്തിയിരുന്ന് പഠിച്ചതാണ്. നിരണം, പാലയൂർ, കൊക്കമംഗലം, കൊല്ലം, മല്യങ്കര, ഇത്തരം പള്ളികൾ ആരപ്പള്ളി കാണാതിരുന്ന് പഠിച്ചതാണ്. അപ്പോൾ അവിടെ ഈ പേരുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരിക്കൽ ബൈഹാർട്ടാണ്. അപ്പം സാറ് ഇതിങ്ങനെ എടുക്കാനുള്ള ഒരു ഇതന്നെ ശരിയാക്കി എടുക്കാന്ന് പറഞ്ഞത് എടുത്താണോ? അല്ല, ആഗ്രഹം ഞാൻ ബോസിന്റെ ക്വാളിറ്റി എനിക്ക് പണ്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല, അടുക്കാൻ പറ്റാത്ത വിലയാണ്. ഇങ്ങനെ ഓൺലൈനിൽ യാദൃച്ഛികമായിട്ട് ഇത് വിൽക്കാനായിട്ട് കിടക്കുന്നതുണ്ട്. ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ പുള്ളിയുടെ റിമോട്ട് ഇല്ല, കേബിൾ ഇല്ല, പവർ കോഡ് ഇല്ല, ഒന്നുമില്ല. ഈ 5 പെയർ സ്പീക്കറും ഈ വൂഫറും ഉള്ളൂ. ഞാൻ എന്തായാലും റിസ്ക് എടുത്ത് ഞാൻ അതങ്ങ് മേടിച്ചു. പുള്ളി എത്ര രൂപ ആയിരുന്നു ചോദിച്ചേ? പുള്ളി 23 തന്നെ ഫിക്സഡ് ആയിരുന്നു, പ്രൈസ് ഫിക്സഡ് ആയിരുന്നു, കുറയ്ക്കത്തില്ല. 23 രൂപ. 23 രൂപ. അന്നേരം ഈ പുള്ളി ഇത് ട്രിവാൻഡ്രത്ത് നടന്ന സംഭവമാണ്. അന്നേരം ഈ പുള്ളി ട്രിവാൻഡ്രത്ത് എയർപോർട്ടിൽ ഓട്ടം പോകുന്നുണ്ട്. അന്നേരം ഞാൻ ഈ പുള്ളിയെ വിളിച്ചു, ഏതായാലും ട്രിവാൻഡ്രത്ത് പോവല്ലേ, ആ പുള്ളി കൊണ്ടുതരും, ഇനി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. ശരിക്കും സ്പീക്കർ ഒന്ന് ചെക്ക് പോലും നോക്കാതെ മേടിച്ചു? ഇല്ല, റിസ്ക് എടുത്ത് മേടിച്ചു. ഇത് പോയതാണ് 23,000 നഷ്ടപ്പെടും. സ്പീക്കർ കൊള്ളത്തില്ല, അത് കേടായതാണെങ്കിൽ 23,000 നഷ്ടപ്പെടും. റിസ്ക് എടുത്ത് മേടിച്ചതാണ്. എന്നിട്ട് അച്ഛൻ്റെ വീഡിയോ ഞാൻ എപ്പോഴും വാച്ച് ചെയ്യുന്നതാണ്. എനിക്കൊരു മനസ്സിലൊരു ഇതുണ്ട്, ഇവിടെ കൊണ്ടുവന്ന ഇവനെ രക്ഷപ്പെടുത്തി എടുക്കാമെന്ന്. അങ്ങനെ അച്ഛനെ ഞാൻ ഇന്നലെ വിളിച്ചിട്ട് ഞാൻ ഇന്ന് രാവിലെ വന്നു. ഓക്കെ. സ്ഥലം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, തിരുവല്ല മറ്റേ ഇങ്ങനെ പറഞ്ഞു, അത് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു. അതെ, ബിജു അടുത്ത് തന്നെയാണോ താമസിക്കുന്നത്? എന്നാലും വലിയ താമസമുണ്ടോ? 2 കിലോമീറ്റർ അപ്പുറം. ഓക്കെ. 2 കിലോമീറ്റർ വലിയ ദൂരമല്ല, പെട്ടെന്ന് വിളിച്ചാൽ വരാം, 5 മിനിറ്റ് കൊണ്ട് വരാം. നമ്മുടെ ചങ്കാണ്, നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം പുള്ളിയാണ് വരുന്നത് അല്ലേ? പുള്ളി എന്നാ ചെയ്യുന്നത്? എന്നാ വണ്ടിയാ? ഇന്നോവ. ഇന്നോവയുണ്ട്, ടൊയോട്ട. അപ്പോൾ കൂടുതലും എൻ്റെ എയർപോർട്ട് ഓട്ടോ ആയിരിക്കുമല്ലോ ഇന്നോവയ്ക്ക്. അതാണല്ലോ ഇപ്പോൾ ഇന്നോവ. വേറെ 2 വണ്ടികളൊക്കെ ഉണ്ട്. ഇന്നോവ നിർത്താൻ പോവാന്ന് പറയുന്നത് അല്ലേ മാനുഫാക്ചറിങ്? ഇപ്പോൾ വില കുറച്ച് കൊടുക്കുന്നുണ്ടോ? ഇങ്ങനെ പരസ്യം കാണുന്നു. ഇല്ല, ഇന്നോവ പുതിയ മോഡൽ ഇറങ്ങാൻ പോവാ, അന്നേരം പഴയത് വിറ്റ് തീർക്കുക. പുതിയ ഇറങ്ങാൻ പോകാന്ന് പറഞ്ഞാൽ പഴയ വിറ്റ് തീരുകയല്ല, അതുകൊണ്ട് അവർ നിർത്തുകയെന്നൊക്കെ പറയുന്നു. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. പക്ഷെ അതൊരു ആവശ്യമുള്ള ഒരു വണ്ടിയായിരുന്നു. നല്ല വണ്ടിയാണ്. അല്ല, ആവശ്യമുള്ള വണ്ടി എന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിൽ യൂസ് ചെയ്യുന്ന നല്ലൊരു വണ്ടി. കൂടുതൽ യാത്രാസുഖം. എല്ലാം കൊണ്ട് വണ്ടി നല്ല പിക്കപ്പാണ്, വിട്ട് കയറി പോവാം. മൈലേജ് മാത്രമുള്ളൊരു പ്രശ്നം ഉണ്ടല്ലേ? ഹൈബ്രിഡ് ആണോ? ഹൈബ്രിഡ് ആണോ? ഹൈബ്രിഡ് അല്ല, പുത്തൻ വണ്ടി. പഴയ വണ്ടി ഉണ്ടായിരുന്നു, അത് ഒരു 3 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് വിറ്റത്. 3 ലക്ഷം കിലോമീറ്റർ ഓടി. അത് കഴിഞ്ഞ് ഇപ്പോൾ എടുത്തതാ. ഈ ഗൾഫിലൊക്കെ ഞാൻ അവിടെ ജോലി ചെയ്ത ഒരാൾ എന്നോട് ഇങ്ങനെ, ഞാൻ ഒരു പ്രാവശ്യം ദുബായ് യാത്ര ചെയ്തപ്പോഴേ, അപ്പോൾ അവിടെ മുഴുവൻ ഈ ടൊയോട്ടയുടെ വണ്ടിയാണല്ലോ യൂസ് ചെയ്യുന്നത്. അന്നേരം ഞാൻ ഈ പുള്ളിയോട് ചോദിച്ചു, ഇത് നിങ്ങൾ എത്ര നേരം ഓടിക്കുമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഈ വണ്ടി ഞങ്ങൾ ഓഫ് ചെയ്യാറില്ലെന്നാണ്. ഓയിൽ മാറാൻ നേരത്ത് മാത്രമേ വണ്ടി ഓഫ് ചെയ്യുള്ളതാണ്, അല്ലാത്ത സമയം ഫുള്ള് ഈ പുള്ളി ഒന്ന് അടുത്ത ഡ്രൈവർ കയറുന്നു, വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു, വണ്ടി സ്റ്റോപ്പ് ചെയ്യത്തേയില്ലെന്ന് പറയും. അങ്ങനെ ഒരു 3 ലക്ഷം 4 ലക്ഷം കിലോമീറ്റർ നിൽക്കാതെ ടൊയോട്ടയുടെ എഞ്ചിൻ ഓടുമെന്ന് അയാൾ പറഞ്ഞ് ഞാൻ ഇന്നും ഓർമ്മ. ശരിയാണ്. ഓണായോ? 2 ചാർജ് ഇട്ടോ? നമ്മളെ നാളെ 5 ലക്ഷം പേര് കാണുമോ ബിജു? നമുക്ക് എനിക്ക്
ഏത് സ്പീക്കറാണ് കിട്ടിയേ? അതിൻ്റെ പേര് ഓങ്കിയോടെയാണെന്ന് തോന്നുന്നു. ഓങ്കിയോടെ എയർ സ്പീക്കർ എന്ന് പറഞ്ഞാൽ 5 സ്പീക്കറും ഒരു ഹോം തിയേറ്ററും. ഇതൊരു ഡോക്ടർ ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതെനിക്ക് വേണ്ട, ഇത് വലിയ തലവേദന, ഇത് നന്നാക്കി ഞാൻ മടുത്ത്. എനിക്ക് ഒരു സോണിയുടെ ഹോം തിയേറ്ററിന് പകരം പുതിയത് തന്നാകുന്നു. ഞാൻ പുള്ളിക്ക് പുതിയ സോണിയുടെ ഹോം തിയേറ്റർ കൊടുത്തു, ഇതിവിടെ വെച്ചു. ഇതിപ്പോൾ എന്നിട്ട് ഞാൻ OLX എടുത്തിട്ടു. അന്ന് OLX ഉള്ളൂ, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഇതിൻ്റെ AVR വേണ്ട ഒരാളുണ്ടായിരുന്നു. ആ പുള്ളി വന്ന് AVR കൊടുത്തു. പിന്നെ ഈ സ്പീക്കർ ഇരിക്കുക. ഈ സ്പീക്കർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി, പക്ഷേ ഒരു വിധത്തിൽ ഉപയോഗിക്കത്തില്ല. 100 വാട്ട്സ് ആണ് ഒരു സ്പീക്കർ. അപ്പം ഇത് കൂട്ട് ആംപ്ലിഫയർ ഒന്നും അന്ന് ഇല്ലല്ലോ. അപ്പം ഒരു AVR മേടിക്കാന്ന് പറഞ്ഞാൽ ഒരു 1 ലക്ഷം രൂപ അടുത്ത് വിലയാണ്. അപ്പോൾ ഈ സ്പീക്കർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ ഈ സ്പീക്കർ ഇതിൻ്റെ വാല്യൂ ഒന്നും നമുക്കറിയത്തില്ല. ഞങ്ങൾ ചുമ്മാ ഒരു 30,000 രൂപ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ OLX കിട്ടും. ഒരാൾ വിളിച്ച് എറണാകുളത്ത് നിന്ന് ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, എടുത്തു. അന്നേരം ഒന്ന് കാഴ്ച തന്നെടുത്തുകൊണ്ട് പോയി. ചിലർക്കുണ്ട്. അത് ഉക്കര സാധനമായിരുന്നു. ആ സ്പീക്കറിന് ഇതിനേക്കാൾ വെയിറ്റുള്ള സ്പീക്കറായിരുന്നു. ഭയങ്കര സാധനമാണ്. പക്ഷെ അത് കൊടുക്കണേ അതിനുള്ള ഒരു ആംപ്ലിഫയർ വേണം. അത് മേടിക്കുമ്പോൾ കുടുംബം തറവാടാവും. അവിടെയാണ് കുഴപ്പം. അപ്പോൾ ഇത് സൗണ്ട് ഇഷ്ടപ്പെട്ടോ നമ്മുടെ AS21? ഹായ് ഫ്രണ്ട്സ്, JBLൻ്റെ എക്സ്ട്രീം എന്ന് പറഞ്ഞ ഒരു JBLൻ്റെ സൗണ്ട് എന്താ അതിന് പറയുന്നത്, ബ്ലൂടൂത്ത് സ്പീക്കറാണിത്. ബ്ലൂടൂത്ത് സ്പീക്കർ. ഇത് ചാർജിങ് ആകത്തില്ലായിരുന്നു. ഇതിൻ്റെ ബാറ്ററി പോയതാണെന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് ഒരു സാറ് കൊണ്ടുവന്നാണ്. ഇദ്ദേഹമാണ് കൊണ്ടുവന്നത്. സാറിന്റെ പേരെങ്ങനെയാ? എന്റെ പേര് അഷ്റഫ്. അഷ്റഫ് എന്ന് പറയുന്ന സാറാണ് കൊണ്ടുവന്നത്. ഒരു മികച്ച ഒരു ഇതിന്റെ വൈദഗ്ധ്യമുള്ള ഒരാളെ കാണിച്ചത്. ആള് പറഞ്ഞു ഇത് എളുപ്പം ശരിയാക്കാൻ പറ്റില്ല, ചാർജ് പോയതാണ്, നിൽക്കില്ലെങ്കിൽ പിന്നെ നിവൃത്തിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരീക്ഷണങ്ങളൊക്കെ നടത്തി. പ്രയോജനമൊന്നുമില്ല. പക്ഷെ എനിക്കൊരു സംശയം, ഞാൻ എന്തായാലും ഇതിന് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, അവിടെ പോയി നേരിൽ കണ്ടു. സംഭവം ചാർജ് പോയതല്ല, പണി അറിയാത്ത ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കി അതല്ല ഇതാണെന്നും പറഞ്ഞു കണ്ടിട്ട് ആട് പട്ടിയാണ് പട്ടി പൂച്ചാക്കുന്ന വിദ്യകളാണ്. പണി അറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ മികച്ച 7ാമത്തെ പണിക്കാരനാണെന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യും. ഇത്തരം വൃത്തികെട്ട പരിപാടികളാണ് നിർത്തുക. പണി അറിയുന്നവർ എന്തായാലും പണിക്കാരനെ കാണിക്കുക, അതാ ഞാൻ പറയുന്നുള്ളൂ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കരുത്. എനിക്ക് എത്ര പറയാനുള്ളൂ. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എടുത്ത് നോക്കി. ഇതിന് ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് ഇല്ലെന്നുള്ള ഒബ്സർവേഷനിൽ എനിക്ക് മനസ്സിലായി. ചാർജിങ് സെക്ഷനിലെ കംപ്ലൈൻറ്റ് ഉള്ളതെന്ന് മനസ്സിലായി. അപ്പോൾ ചാർജിങ്ങിൻ്റെ കംപ്ലൈൻ്റ് ഉള്ള ഭാഗം നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തു. ഇതിപ്പോൾ ബാറ്ററി ഫുള്ളായിട്ട് ഇത് കണ്ടോ, ബാറ്ററി ഫുള്ളായിട്ട് ചാർജായി. നിൻ്റെ ഇത് ലിങ്കായിട്ട് കിടക്കും. സാറിൻ്റെ ലിങ്ക് അല്ലേ, നമുക്കൊന്ന് ഓൺ ചെയ്യാം. സാർ ബ്ലൂടൂത്തായി. സാറിൻ്റെ മൊബൈൽ പ്ലേ ചെയ്തു. പ്ലേ ചെയ്തു. ബ്ലൂടൂത്തിൽ ഏതെങ്കിലും ഒരു പാട്ടിട്ടാണ്. കുത്തണ്ടതേ, ഇതാ കുത്തണ്ട്. ഇതിപ്പോ കുത്താനും ഊരാനുള്ള സൗകര്യത്തിന് ഇത് ഇവിടെ. ഇത് സോണിയുടെ അഡാപ്റ്ററാ, സോണി TV വെച്ച് പറ്റുന്ന അഡാപ്റ്ററാ. അതിന്റെ കംപ്ലൈന്റ് വരികയില്ല. ഇതിലോട്ട് കൊടുത്തിരിക്കുന്ന വയർ എത്ര ഗേജുള്ള ഒരു അത് ഗേജ് കുറഞ്ഞാലും ഇടി കുറയും. ആംബിയർ ഇഞ്ഞ ട്രാൻസ്ഫർ ആകില്ല.
മേടിച്ചോണ്ട് പോയ ആ വയറിന് നീളം കുറവായിട്ട് ചെറിയ നീളം കൂട്ടിയിട്ട് അപ്പൊ അവരെ കൊടുത്ത് അതും കുഴപ്പമാവും. അപ്പം അതും വയറ് നല്ലത് തരണം. വണ്ടിയെ അതേ പറ്റാം. കാരണം ഇത് കണ്ടോ, ഈ കിടക്കുന്ന വയറുണ്ടല്ലോ, ഈ കിടക്കുന്നത് ഈ വണ്ണമുള്ള 2 വയറാ വണ്ടിക്ക് കൊടുത്ത്. ഇതുപോലത്തെ ഒരു വയറെടുത്ത് വേണം ഇത് കൊടുക്കാൻ. അത് കൊടുത്താൽ ഇനി ഇടി വരും. സാധാരണമായിട്ടുള്ള മിക്സിംഗ് വലിയ അത് മാത്രമല്ല നമുക്ക് പക്ഷെ അതിനായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. അത് നമ്മൾ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് ക്വാളിറ്റി. ഇപ്പോൾ ബോസ് കൊടുക്കാൻ പോവാം. ബോസേലും അമിതമായ ഇടിയല്ല വരുന്നത്. ആ വരുന്ന സാധനത്തിൻ്റെ ക്ലാരിറ്റിയാണത്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഇടി വേണമെങ്കിൽ നമുക്ക് ആ ബേസ്റ്റിക്കോ അതുപോലത്തെ ആ സാധനമൊക്കെ എടുത്ത് വെച്ചാൽ ഇങ്ങനെ ഇടിക്കും. പൊട്ടന്ന് ഇടിക്കും ആ സാധനം. അതിന് 3000 രൂപ വിലയുള്ളൂ. 3000 രൂപയുടെ സാധനമല്ല നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മൾ 9000 രൂപയുടെ സാധനം വെച്ചിരിക്കും. അപ്പോൾ അതനുസരിച്ച് ആ സോഫ്റ്റ് ഇടിയല്ലേ, അതാണ് മനസ്സിലാക്കുന്നത്. അത് മാറ്റി ഈ ഇടിയാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ആ ഇടി ഈ ഒന്നാമത് ഞാനിവിടെ തല പെരുത്ത് നിൽക്കുക. നമ്മൾ കൂടുതൽ ഊട്ടയിലല്ലേ നമ്മുടെ യാത്രകൾ. വീട്ടിൽ വെക്കാനാണെങ്കിൽ ഇനി വലിയ രാമലൂർ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ വീടിന്റെ ജനല് പൊട്ടുമെന്നുള്ള നീളം കുറഞ്ഞത് കറക്റ്റ് ഉണ്ട്. ഇത് തന്നെയാണ് കയറിപ്പോളൂ ഉണ്ട്. ശരി, ഇത് കണ്ടോ, ഇത് കണ്ടോ. അല്ല തിരിച്ച് ആ എഴുത്തുള്ള അടിഭാഗം അങ്ങനെയാണ് വെക്കുന്നത്. ഇനി സ്പീക്കറിന് വയർ എന്തായാലും നീളം വേണം. 3 അങ്ങനെയല്ല, നമുക്ക് 2 എണ്ണം അടുപ്പിച്ചു. ഹലോ, അതെ ശരി. എടുത്തു. ഇത് ഞാൻ ഷോർട്ട് വരാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. ആ റബ്ബർ ബാൻഡൊക്കെ എടുത്ത് കളയടാ. പോയി ഗമ്മെന്തി ഗ്ലൂ ഗണ്ണെന്തി ഞാൻ എടുത്ത് ഇട്ടോ. ഗ്ലൂ ഗണ്ണിട്ട് കേട്ടോ. 4 ഇവിടെ ഇട്ടാ. ഈ സൈഡിൽ കൂടെ ഇട്ടാ. ഇത് കണ്ടോ, ബോസിൻ്റെ സ്പീക്കർ കണ്ടോ. ഇതാണ് ബോസിൻ്റെ സ്പീക്കർ. വിശ്വപ്രഖ്യാതമായ ബോസ്. കണ്ടാൽ ഒന്നുമില്ല. കണ്ടു കഴിഞ്ഞാൽ 150 രൂപയ്ക്ക് കിട്ടുന്ന സ്പീക്കറാണെന്നേ തോന്നത്തുള്ളൂ. സ്പീക്കറോട്ട് കയറി വരല്ല, നെറ്റയിലും കയറി വരല്ല. സൈഡിൽ കൂടെ ഇത് ചുമലയില ഇടാവുള്ളേ. ചുമല മാത്രം. ലക്ഷം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതൊരെണ്ണം കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. പിന്നെ കുടിക്കാൻ പോലും വേണ്ട. ഗൂഗിൾ TV ഒരെണ്ണം പിന്നെ എല്ലാം പൂർത്തിയായി. ആ സ്റ്റെബിലൈസർ അപ്പുറം കുത്തിയിട്ടിരിക്കുകയാണോ? കുത്തിയിടുന്നേ, കുത്തിയിട്ട് ഓണാക്കിയിട അവിടെ. ആ കുത്തുമ്പോൾ ഒരു ചുമൽ ലൈറ്റ്. അങ്ങനെ ആൾക്കാർക്ക് ഇതിൻ്റെ അകവും കൂടെ കാണാനുള്ള അവസരം ഉണ്ടായില്ലേ. സ്പീക്കറിൻ്റെ അകം ഇത്രയും കുഞ്ഞ് സ്പീക്കറിൽ നിന്നാണ് ആ സൗണ്ട് വന്നതെന്നുള്ളതാണ് അതിൻ്റെ ആ വരുന്ന സൗണ്ടിൻ്റെ ക്വാളിറ്റി. പിന്നെ ഈ ബോക്സ് വേണം അതിന്. ഈ ബോക്സ് മാറ്റി പുറത്തിറക്കിയാൽ അത് വ്യത്യാസം വരും, ബാസ് കുറയും. 5.1 ആയിരുന്നു അന്നത്തെ കാലത്ത്. 5 പെട്ടെന്ന് സ്പീഡിൽ ഉരുകുന്ന, അതായത് ഉണങ്ങി. അതെ, 3 കാലുകളുടെ നടുക്കൊരു താങ്ങൂടാവും എന്ന് പറഞ്ഞ് തന്ന അങ്ങനെ ഇരിക്കും. ബോസിൻ്റെ ഇതിൽ S21 ആണോ കൊടുക്കുന്നത്? S21 ഒരു സ്പീക്കറേ കൊടുത്തുള്ളൂ. ഒരു സ്പീക്കർ ഒരു സബ്ബൂഫറിലൂടെ ഞാൻ കൊടുത്തുള്ളൂ.
അമ്മയും തമ്മിലുള്ള വിവാഹവും അതിന് അവൾ സമ്മതിക്കാൻ തോന്നുന്നു സുന്ദരേട്ടാ. സാംസങ് ടി വി പുതിയ പാനൽ മാറിയതാണ്. അതുണ്ടോ ക്ലാരിറ്റി. ഇതിപ്പോൾ സാംസങ് കടന്നതിനേക്കാളും നല്ല വെടിക്കൊരു പാനലാണ് നമ്മൾ മാറിയിരിക്കുന്നത്. അങ്ങനെ പാനലൊക്കെ പോയി ഒരു സെറ്റ് ഇരിപ്പുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോലെ നമുക്ക് പാനൽ. ഹലോ ഹലോ ആ പറഞ്ഞോ ആ അങ്ങനെ JBL സൗണ്ട് ബാർ ബ്ലൂടൂത്ത് സ്പീക്കർ പോയി ഓഫായി പോയി. അതൊന്നുമല്ല, ചിലത് ഇപ്പോൾ ഇന്നലെ അവൾ അതിട്ട് 5 ലക്ഷം 7 ലക്ഷം പേര് കണ്ടിട്ടുണ്ട്. പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും മടിയാ. ഇനി എന്നാന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ രക്ഷപ്പെട്ടെങ്ങാനും പോയാലോ എന്ന് ഓർത്തിട്ട്. മലയാളിയാണല്ലോ പുള്ളിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അഥവാ ഇനി ക്ലിക്ക് ചെയ്തിട്ട് ഗ്രഹപ്പഴക്കെങ്ങാനും ഇവൻ കോടീശ്വരൻ വല്ലതും ആയി പോയെങ്കിലോ എന്നോർത്ത് വേണം ഡിസ്ലൈക്കും കൂടെ അടിച്ചു നോക്കും. അതുകൊണ്ട് ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ. എല്ലാവരും ഒന്നുമല്ല കേട്ടോ, നല്ല മനുഷ്യരുണ്ട്. അല്ല ഞാൻ ആലോചിച്ചത്, ഞാൻ ആ ഒരു TV ഒരു എണ്ണത്തിൻ്റെ ഇട്ടത് എൻ്റെ 8 ലക്ഷം പേരോ 10 ലക്ഷം പേരും കണ്ടു. കമൻറ്റും നല്ലപോലെ ഉണ്ട്. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ലൈസൻസ് എടുക്കുന്ന ഈ നമ്പർ വെച്ച പക്ഷേ ആ ലൈസൻസ് നമ്പറിൽ 5-6 ടൈപ്പ് വരും. എല്ലാത്തിനും പേര് ഒന്ന് തന്നെ ആയിരിക്കും. അത്രേ ഉള്ളൂ. 2 അഡീഷണൽ സബ് വൂഫർ കൊടുക്കാനുള്ള ഓപ്ഷനും മൈക്കിന് കൊടുക്കാനുള്ള ഓപ്ഷനും ഓക്സിന് കൊടുക്കാനുള്ള ഓപ്ഷനും ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനും പെൻഡ്രൈവ് കണക്ട് ചെയ്ത് പെൻഡ്രൈവ് നമുക്ക് കൺട്രോൾ ചെയ്യുകയും ചെയ്യാം. ഇതിന് ആപ്ലിക്കേഷനുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മൊബൈലിൽ ചെയ്യാം. അങ്ങനെയുള്ള കൂടിയ സാധനമാണ് S21 ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. ഇത് നല്ല പവറുണ്ട്. ഇതിൻ്റെ ഒരു സബ് വൂഫറിന് തന്നെ 350 വാട്ട്സും സ്പീക്കർ 220 വാട്ട്സും ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇതേ കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ വെച്ച് കേൾപ്പിക്കാം സാറിന്. ഞാനൊരു ബ്ലൂടൂത്ത് തന്നെ ഇത് ചെക്ക് ചെയ്യാം. കാരണം ബ്ലൂടൂത്ത് ആകുമ്പോൾ ബ്ലൂടൂത്ത് ഇപ്പോൾ നമ്മൾ പെൻഡ്രൈവാണ് ഇപ്പോൾ കേട്ടോ. ഇപ്പോൾ ബ്ലൂടൂത്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബ്ലൂടൂത്തിൽ പാട്ട് നമുക്ക് കേൾപ്പിക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ വരുന്ന മുഴുവൻ ടി വികളിലും ബ്ലൂടൂത്ത് ഉണ്ട്. ആ ടി വിയുടെ ബ്ലൂടൂത്തിൻ്റെ അത് ഓൺ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ബ്ലൂടൂത്ത് വരും. ഇത് ആപ്പ് എന്നാണ്, ബ്ലൂടൂത്ത് ആപ്പ് എന്നാണ് ഇതിന് വരുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതുമായിട്ട് ഇത് ചെയ്തു. ഇത് നമുക്ക് ഡൗലി രൂപതയിലെ സാൻ ആൽബർട്ടോ മാഗ്നോ ഇടവക വികാരി ഫാദർ അൽഫോൻസോ ആവിലാസ് പ്രിസ്, സാൻ ജസീന്ത രൂപതയിലെ ഫാദർ പെഡ്രോ അഗ്നാസോട്ടിയോ എന്നിവരാണ് മരിച്ചത്. നോമ്പുകാലത്തിനോടനുബന്ധിച്ച് അൾത്താര ബാലന്മാർക്കായി സംഘടിപ്പിച്ച ധ്യാന പരിപാടിയുടെ ഭാഗമായാണ് വൈദികരും കുട്ടികളും ഇക്വഡോറിലെ പ്ലായ്സ് തീരത്തെത്തിയത്. കടലിലിറങ്ങിയ 2 കുട്ടികൾ ശക്തമായി തിരയിൽപ്പെടുകയും മുങ്ങിത്താഴുന്നത് കണ്ട വൈദികർ ഒട്ടും വൈകാതെ രക്ഷാപ്രവർത്തനത്തിനായി കടലിലേക്ക് ചാടുകയുമായിരുന്നു. കുട്ടികളെ സുരക്ഷിതമായി കരക്കെത്തിക്കാൻ ഇവർക്ക് സാധിച്ചെങ്കിലും 2 വൈദികരും തിരമാലകൾക്കിടയിൽ അകപ്പെട്ടുപോയി. ഇന്നത്തെ ന്യൂസാ. Got more than a couple of people right now, I swear they're rooting hard. Till I might be big in the game like she went and got them breast implants. I said I'm moving too fast, didn't even get it done. അപ്പോൾ ഓക്കെ അല്ലേ? ഹാപ്പി ആണല്ലോ? ഹാപ്പി. അപ്പോൾ ഇത് വിടാൻ ജനിച്ച് എന്നിട്ട് എനിക്ക് പോകണം. എടാ അത് ചാർജ് ചെയ്യാൻ കേട്ടോ. ചാർജ് കയറുന്നുണ്ടോ? അങ്ങനെ കിടക്കാം. അത് ഒരു അരമണിക്കൂറിനുള്ളിൽ പോയി. ചോദ്യം പോലും ചെയ്യാതെ ആൾ കാശിട്ടു.
ഞാനതിൽ ഇത്ര രൂപ കണക്ട് ആവും. നമ്മുടെ ബ്ലൂടൂത്ത് വഴി കണക്ട് ആവും. ബ്ലൂടൂത്ത് വഴി കണക്ട് ആവും. ഈ ഫോൺ തന്നെ എന്നാ ഞാൻ കൊണ്ടുപോകണം. അതുകൂടെ വെച്ചു. ബെനിഫിറ്റ് ഉണ്ടോ? അപ്പൊ സാറേ പോവാണേ. ശരി സാറേ. ഓക്കെ. നമുക്ക് വളരെ ഉപകാരം കേട്ടോ. ഞാൻ ഇടയ്ക്ക് വിളിക്കാം, നമ്പർ എടുക്കണേ. ഞാൻ ഇടയ്ക്ക് വിളിക്കും, എടുക്കണേ. ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതെല്ലാം മറക്കാതെ എല്ലാം എടുത്തോളൂ. സാറേ ഹാപ്പി ആയില്ലേ? ഓക്കെ. അപ്പം ദുഃഖിതനായിരുന്നു. ആ ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു സന്തോഷത്തിന് നേടുന്നത്. കാരണം എന്ന് പറഞ്ഞാല് മറ്റുള്ളവരൊക്കെ നമ്മളെ ഇത് എന്ത് ചെയ്യും, അങ്ങനൊരു സാധനം നമ്മളെ നല്ലതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അതില് ഭയങ്കര നമ്മളൊരു ആശുപത്രി പോലും ഇപ്പോൾ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്കൊരു നല്ല ഒരു ഞാൻ ഇത് തന്നെ പല ഡോക്ടർമാരെ കാണും, പല അഭിപ്രായം പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ല. നമുക്ക് ആര് പറയുന്നതാണ് ശരിയെന്ന് പോലും അറിയാൻ മേലാത്ത ഒരു ഭീകരമാവസ്ഥ. അതേ ഫീൽഡ് തന്നെ ഇപ്പോൾ ഇലക്ട്രോണിക്സിലും ഉണ്ട്. എന്നെ ചെയ്യാൻ പറ്റും ആരോടൊന്നും. അപ്പം നമ്മൾ എന്തെങ്കിലും സത്യമായിട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആർക്കും ഇഷ്ടപ്പെടത്തുമില്ല. എനിക്ക് നുണ പറഞ്ഞ ഒരുത്തൻ്റെയും പൈസ എനിക്ക് ആവശ്യമില്ല. കള്ളത്തരം പറഞ്ഞ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞാൽ എന്തുമാത്രം ഇവർ എന്നോട് എന്തെങ്കിലും അതൊക്കെ ആ വഴിക്ക് പോകും. പക്ഷെ നിലനിൽക്കുകയുള്ളൂ. കള്ളത്തരങ്ങൾ തൽക്കാലം വിജയിക്കും, പക്ഷേ താൽക്കാലികം മാത്രമാണ്. അത് കഴിഞ്ഞ് പിന്നെ അത് പരാജയപ്പെടും. അപ്പം കണ്ടതിൽ സന്തോഷം. ഇനി മലപ്പുറത്തിന് വരുവാണ് സാറിനെ വിളിക്കാം. ഓക്കെ, താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ടൈപ്പ് ചെയ്യുക.